വെളുപ്പിന് കഴിഞ്ഞിട്ട് ഈശോയെ കരുണയായിരിക്കണേ ഏത് പ്രാർത്ഥന. ഈ പക്ഷിയുണ്ടോ? അല്ല, അവിടെ കുയില്. അവിടെ കുയില്. ഓക്കെ. പിന്നെ തത്തയാ. എന്നിട്ട് ദൈവമേ കരുണയായിരിക്കണേ കാക്കണേ ഈ തത്തമ്മ ഇരുന്ന് പറയും. കുയില് വന്ന് ചിലക്കും. ചിലച്ച് അങ്ങനെയാണ് 5 മണിയായെന്ന് അറിയുന്നത്. എല്ലാ ദിവസവും രാവിലെ കുയില് വന്നൊരു പാറയുണ്ട്. ആ പാറ ഒരു സ്തൂപം പോലെ ഒരു പാറ. അതിന്റെ മല പോലെ ഒരു പാറയാ. അവിടെ വന്നിരുന്ന് ചലിക്കുമ്പോൾ നമ്മൾ എഴുന്നേക്കുന്നത്. ഇപ്പോഴാ സമയമായി, നേരം വിളിക്കാറായ. ഒന്നുമില്ല. ദിവസങ്ങളൊക്കെ അറിഞ്ഞോളൂ. നമുക്കറിയാമല്ലോ, കണക്കൂട്ടി ഒന്ന് കൂട്ടുകൂട്ടും. പക്ഷെ ഈ അവിടെ വന്നിട്ട് ഈ കുയില് വന്ന് കളിക്കുമ്പോൾ നമ്മൾ സമയം അറിയും. അവിടെ തന്നെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. വെളിച്ചമാകുമ്പോൾ പുറത്തോട്ട് വന്ന ഓസ് ഇട്ടിട്ടുണ്ട്. അതിൽ പോയി ഇതിലും ഐസ് പോലത്തെ വെള്ളമാണ്. അപ്പൊ പിന്നെ അത് വെച്ച് മോൻ കഴുകി. പിന്നെ നമുക്ക് പ്രാർത്ഥനയുള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് കുടിച്ച് പ്രാർത്ഥന. പിന്നെ ആ കാറ്റിക്കൂടെ വെച്ച് നടക്കും. വലിയ പെരുമ്പാമ്പുണ്ട്, സിമിന്റെ ആക്ക് പോലെ ഉരുണ്ട് പോകുന്ന പെരുമ്പാമ്പ് കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മളെ ഒന്നും ഉപദ്രവിക്കില്ല. ഇപ്പോഴും ഞാൻ പോയാലും എന്നെ തോട്ടപ്പുഴ പിടിക്കുകയില്ല. എല്ലാരും കണ്ട് ഇവരൊക്കെ മണിപ്പാറയത്തിന് ഇവരൊക്കെ കളിയാക്കി കടിച്ചാൽ ചത്തുപോകും. അതുകൊണ്ടാണ് പിടിക്കാത്തത്. ആന പിടിക്കാത്ത, ആനയ്ക്ക് പിടിക്കാനും വേണ്ടിയില്ല. അന്ന് ഒന്നും കഴിക്കാത്തോണ്ട് എല്ലും തോലും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ആനയ്ക്ക് പിടിക്കാൻ വേണ്ടിയില്ല, കടുവായ്ക്ക് തിന്നാൻ ഇറച്ചിയില്ല, അങ്ങനെ ചെന്നായി ഒന്നും കടിക്കാത്ത. അതുകൊണ്ടാണ് ഇവരൊക്കെ കളിയാക്കുന്നത്. അപ്പൊ പക്ഷെ ദൈവത്തിന്റെ വലിയ സംരക്ഷണം. കടുവയൊക്കെ ഉണ്ടായിരുന്നു. കടുവായോടെയല്ല, കണ്ടിട്ടില്ല. അതിനുശേഷം കാവല് നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. വൈകിട്ട് 6 മണിക്ക് വന്നാൽ രാവിലെ 6 മണിക്ക് തിരിച്ചു പോകുള്ളൂ. കാണാം. വാതിൽക്ക് നിൽപ്പുണ്ട്. വാതിലില്ലല്ലോ, ആനയാ വാതിൽ. ആന വാതിൽക്കൽ നിൽക്കുമായിരുന്നു. വാതിൽക്ക് നിൽക്കും. പിന്നെ അവിടെ മനുഷ്യൻ ജീവനിൽ കൊതുകുള്ളവരാരും കയറുകയില്ല. പിന്നെ അതുകൂടാതെ ആനോട് സംസാരിക്കുമായിരുന്നു. ആനയോട് സംസാരിക്കുന്നില്ല. ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അതുകൊണ്ടാവും അവിടെ കിടന്ന് നിന്നോളൂ. അവിടെ നിൽക്കുക, ഒരേ നിപ്പ് നിൽക്കുമെന്ന് ഓർക്കണം. ഒരേ നിപ്പ് ഈ വാഴ മറ്റുള്ളവരുടെ വാഴക്കൊല മുടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതിന്റെ കൊല 1, 2, 3 കായത്തെ കാണുള്ളൂ. കൊല വാതൊക്കെ വെച്ചിട്ടാ. എല്ലാ ദിവസവും വെറും കൈയോടെ വന്നിട്ടില്ല. ഒരിക്കൽ പോലും വെറും കൈയോടെ വരികയില്ല. പഴം കഴിക്കും. പഴയോട് അതിന് 1, 2 ഒക്കെ കാണും. 3, 4 കൊലയുണ്ടെങ്കിൽ 1, 2 ചില 4, 5 പുള്ളി തിന്നിയല്ല. ആന കാട്ടുവാഴ കടിച്ചു കഴിഞ്ഞ് ആന വാഴ പച്ചക്ക് തിന്നിയല്ല, പച്ചക്കാ തിന്നിയല്ല. അതുകൊണ്ടാണ് പിണ്ടി തിന്നും. പിണ്ടി തിന്നിട്ട് കൊല കൊണ്ട് അവിടെ വെക്കുന്നത്.